എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകുന്ന ചിലരെ കണ്ടിട്ടില്ലേ? പറയുമ്പോൾ നമുക്കിതൊരു തമാശയായി തോന്നും. എന്നാൽ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഗ്നി പരീക്ഷയായിരിക്കും. കാരണം എല്ലായിടത്തും ടോയ്ലറ്റ് ഉണ്ടായെന്ന് വരില്ല. കൂടാതെ മറ്റുള്ളവരിൽ നിന്നുള്ള പരിഹാസം കൂടിയാകുമ്പോൾ മാനസികമായി ആകെ തളർന്നു പോകും. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഉടൻ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? വിശദമായി അറിയാം ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് അമിതമാകുന്നതിന്റെ പ്രശ്നങ്ങൾ. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അതിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ ദഹനനാളത്തിൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക ചലനമാണ് ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ്. അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് വയറിൽ സ്ഥലം ലഭിക്കുകയും മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടി മലവിസർജനം നടത്താനുള്ള പ്രേരണ ഉണ്ടാവുകയും ചെയ്യും. രാവിലെ വെള്ളമോ ചായയോ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷവുമാണ് സാധാരണയായി ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് സജീവമാകുന്ന രണ്ട് പ്രത്യേക സാഹചര്യങ്ങൾ. അതോടൊപ്പം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ഡംപിംഗ് സിൻഡ്രോം എന്നീ പ്രശ്നങ്ങളുടെ ഫലമായും ഇങ്ങനെ സംഭവിക്കാം. ഭക്ഷണം കഴിച്ച് 15 മുതൽ 30 മിനിറ്റിനുള്ളിൽ ഉടൻ തന്നെ മലവിസർജനം നടത്തേണ്ടി വരിക, വയറുവേദനയും മലബന്ധവും, പലതവണ മലശോധന നടത്തൽ, അമിതമായ ഗ്യാസും വയറുവേദനയും, വയറിളക്കം, അമിതമായി അധോവായു പുറന്തള്ളൽ എന്നിവയെല്ലാമാണ് ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് അമിതമാകുന്നതിന്റെ ലക്ഷണങ്ങൾ. സാധാരണയായി ഇതൊരു ഗുരുതരമായ അവസ്ഥയല്ല. പക്ഷേ ചിലപ്പോൾ വിട്ടുമാറാത്ത വയറിളക്കം, പോഷകാഹാരക്കുറവ്, മലം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവയ്ക്ക് കാരണമായേക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിക്ക് സമ്മർദ്ദവും ഉത്കണ്ഠയും കൂടുമെന്നതിനാൽ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ അവസ്ഥയ്ക്ക് മെഡിക്കൽ സഹായം ആവശ്യമാണോ? എങ്ങനെ തിരിച്ചറിയാം? അമിതമായി ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് ഉള്ളവർക്ക് സാധാരണയായി ഒരു ദിവസം 3-4 തവണ മലശോധനയുണ്ടാകും. അതല്ല, ഒരു ദിവസം 7 മുതൽ 10 തവണ വരെ മലം പോകുന്നുണ്ടെങ്കിൽ വിശദ പരിശോധനകൾ ആവശ്യമാണ്. വെള്ളം പോലെയുള്ള മലം, മലത്തിൽ രക്തം അല്ലെങ്കിൽ കഫം, അകാരണമായി വളരെയധികം ശരീരഭാരം കുറയൽ, രാത്രിയിൽ പെട്ടെന്ന് മലവിസർജനം നടത്താനുള്ള ആവശ്യത്തോടെ സ്ഥിരമായി ഉണരൽ, അർദ്ധരാത്രിയിൽ വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും വിശദമായ പരിശോധനകൾക്ക് വിധേയരാകണം. അതോടൊപ്പം ചില കാര്യങ്ങൾ സ്വയം ചെയ്യാവുന്നതുമാണ്. ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക എന്നതാണ് ആദ്യ പടി. അതിനായി കൂടുതൽ കൊഴുപ്പുള്ളതും മസാലകൾ നിറഞ്ഞതും അമിതമായി ചൂടുള്ളതുമായ ഭക്ഷണം ഒഴിവാക്കുക. ഈ അവസ്ഥയുള്ള പലരും ഉത്കണ്ഠ കാരണം വേഗത്തിൽ ഭക്ഷണം കഴിക്കാറുണ്ട്. ഇത് മാറ്റി സാവധാനം കഴിക്കുക, നന്നായി ചവയ്ക്കുക. കൂടാതെ 3 നേരം വലിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ദിവസം മുഴുവൻ 4-5 തവണയായി ചെറിയ അളവിൽ കഴിക്കാൻ ശ്രമിക്കുക. മാനസികമായി കരുത്തരാവുക എന്നതാണ് അടുത്ത പടി. ഈ അവസ്ഥയുള്ള പലരും സമ്മർദ്ദമുള്ളവരും അമിതമായി ചിന്തിക്കുന്നവരും ഉത്കണ്ഠയുള്ളവരുമായിരിക്കും. ഇതൊരു രോഗമല്ല, മറിച്ച് ഉയർന്ന റിഫ്ലക്സ് മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കും. അതിനായി യോഗ പരിശീലിക്കുന്നത് ഗുണം ചെയ്യും. കൂടാതെ പതിവായി സൂര്യപ്രകാശം കൊള്ളൽ, എയറോബിക് വ്യായാമങ്ങൾ പരിശീലിക്കൽ തുടങ്ങിയ ജീവിതശൈലി മാറ്റങ്ങളും അമിതമായ ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നന്നായി നിയന്ത്രിക്കാൻ സഹായിക്കും. ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിശദാംശങ്ങൾക്കായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക.